ഗോൺസാലോ ഗാർസിയയ്ക്ക് പകരം എംബാപ്പെ ടീമിൽ തിരിച്ചെത്തിയപ്പോൾ മുന്നേറ്റം അതിശക്തമായി. എംബാപ്പയും വിനീഷ്യസും നിരന്തരം ബെൻഫിക്ക പോസ്റ്റിൽ അപകടം വിതച്ചുകൊണ്ടിരുന്നു. ആദ്യ പകുതിക്ക് മുൻപായി വിനീഷ്യസിന്റെ ബാക്ക് ഹീൽ പാസ് സ്വീകരിച്ച എംബാപ്പയുടെ ഒരു ഷോട്ട് അവിശ്വസനീയമായാണ് പുറത്തുപോയത്. എന്നാൽ രണ്ടാം പകുതിയിൽ തുടക്കത്തിൽ തന്നെ നിർണായക ഗോൾ പിറന്നു. എംബാപ്പയിൽ നിന്ന് വന്നൊരു പന്ത് സ്വീകരിച്ച വിനീഷ്യസ് ഞൊടിയിടയിൽ വെട്ടിയൊഴിഞ്ഞൊരു ബുള്ളറ്റ് പായിച്ചു. അതുവരെ ബോക്സിൽ വിരാജിച്ചുകൊണ്ടിരുന്ന ട്രൂബിനും ബെൻഫിക്ക ഡിഫൻഡേഴ്സും അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരായി. പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലൊരു ടോപ്പ് ക്ലാസ് ഗോൾ. അതൊരു റെക്കോർഡ് കൂടിയായിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും അധികം ഗോൾ നേടുന്ന രണ്ടാമത്തെ ബ്രസീലിയൻ താരമെന്ന നേട്ടം. മുന്നിലുള്ളത് 43 ഗോളുകളുമായി ബ്രസീലിന്റെ സുൽത്താൻ സാക്ഷാൽ നെയ്മർ ജൂനിയർ. എന്നാൽ പിന്നീടാണ് കഥ ആരംഭിക്കുന്നത്. ബെൻഫിക്കയുടെ കോർണർ ഫ്ലാഗിനടുത്തു നിന്ന് വിനീഷ്യസ് ആ ഗോൾ നേട്ടം ആഘോഷിച്ചു. കൂകി വിളിച്ചും കയ്യിൽ കിട്ടിയതെടുത്തെറിഞ്ഞും ഹോം ടീം ഫാൻസ് വിനീഷ്യസിനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. സെലിബ്രേഷൻ അല്പം കൂടി കടുപ്പിച്ചു വിനീഷ്യസ്. ബെൻഫിക്ക ഫ്ലാഗിനോടും ഫാൻസിനോടും അനാദരവ് കാട്ടിയെന്നാരോപിച്ച് വിനീഷ്യസിന് യെല്ലോ നൽകി റഫറി. ബെൻഫിക്കയുടെ അർജന്റീന താരം പ്രസ്റ്റിയാനി കടുത്ത ഫ്രസ്ട്രേഷനിലായിരുന്നു. ജേഴ്സി കൊണ്ട് വായ പൊത്തി കുരങ്ങൻ എന്ന് വിനീഷ്യസിനെ അധിക്ഷേപിച്ചു. കാര്യങ്ങൾ കൈവിട്ടു. പരിശീലകരും സപ്പോർട്ടിംഗ് സ്റ്റാഫും ഉൾപ്പെടെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. മൗറിഞ്ഞോയുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് അംഗത്തിന് റെഡ് ഉൾപ്പെടെ നൽകി. പ്രസ്റ്റിയാനിക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് വിനീഷ്യസ് ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങി. 10 മിനിറ്റോളമാണ് മത്സരം തടസ്സപ്പെട്ടത്. പിന്നീട് കളി തുടങ്ങിയപ്പോഴെല്ലാം വിനീഷ്യസ് തീയായി. വിങ്ങുകളിൽ പന്തുമായി നൃത്തം ചെയ്ത് തരം കിട്ടുമ്പോഴെല്ലാം ട്രൂബിനെ വിനി പേടിപ്പിച്ചുകൊണ്ടിരുന്നു. മത്സരം തീരുന്നതിന് തൊട്ടു മുൻപായി ബെൻഫിക്ക താരത്തെ ഫൗൾ ചെയ്തതിന് വിനിക്ക് കാർഡ് നൽകാത്തതിൽ ഹോസെ മൊറിഞ്ഞോ ലൈൻ റഫറിയുമായി ഉടക്കി. റഫറിയുമായി കയർക്കുകയും ചെയ്തു. ഒടുക്കം മൗറിഞ്ഞോയ്ക്കും റെഡ്. 12 മിനിറ്റ് നീണ്ട അധിക സമയത്തിനൊടുവിൽ മത്സരത്തിന് ഫൈനൽ വിസിൽ. മത്സരശേഷമാണ് കൂടുതൽ പ്രതികരണങ്ങളെത്തിയത്. വിനിയെ 5 തവണ കുരങ്ങൻ എന്ന് വിളിച്ചുവെന്ന് എംബാപ്പെ ഉറപ്പിച്ചു പറഞ്ഞു. ബെൻഫിക്ക പരിശീലകൻ മൗറിഞ്ഞോ പറഞ്ഞത് മറ്റൊന്നായിരുന്നു. പലപ്പോഴും വിനീഷ്യസിന്റെ ആഘോഷങ്ങൾ എല്ലാവരെയും പ്രകോപിപ്പിക്കുന്ന തരത്തിലാണ്. ഞാൻ വിനിയുമായും ക്രിസ്റ്റിയാനോയുമായും സംസാരിച്ചു. പക്ഷേ രണ്ടുപേരും 2 കാര്യങ്ങളാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ വിനീഷ്യസിനെ വിശ്വസിക്കുകയേ വഴിയുള്ളൂവെന്നും മൗറിഞ്ഞോ കൂട്ടിച്ചേർത്തു. എന്തായാലും വിവാദങ്ങൾക്കിടെ വിനീഷ്യസ് ഇന്നൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ട്. സാന്റിയാഗോ ബെർണാബ്യൂ, സീ യു ദർ. ലിസ്ബണിൽ വെടിപൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ബെർണാബ്യൂവിലിട്ട് അവന്മാർ കത്തിക്കും. അത് ടീം വേറെയാണ്. അലിയാരുടെ സംഘത്തെക്കുറിച്ച് പറയും പോലെ കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടെ ബാക്കിയുണ്ട്. ഇന്നാട്ടിലെ ഒരു ഫോഴ്സും മതിയാവില്ല അവരെ പിടിച്ചുകെട്ടാൻ.